إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 185 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ റമളാൻ മാസത്തിലാണ് ഈ ഖുർആൻ അവതരിച്ചത് ഹുദൻ ലിന്നാസ് ജനങ്ങൾക്ക് സന്മാർഗമായും വബയ്യിനാത്തിൻ വ്യക്തമായ തെളിവോടുകൂടിയും മിനൽ ഹുദ ആ സന്മാർഗമാകുന്ന സന്മാർഗത്തിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടി റമളാൻ മാസത്തിലാണ് ഈ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് വൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമാകുന്നു ഈ ഖുർആൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹർ ആ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട ജോലി എന്താണ് ഫൽ യസുംഹു അപ്പോൾ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ വമൻ ഖാന മരീദൻ ഇനി ആരെങ്കിലും ആ മാസത്തിൽ രോഗിയായാൽ ഔ അലാ സഫരിൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനായാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ അതല്ലാത്ത ദിവസങ്ങൾ റമളാൻ മാസമല്ലാത്ത മറ്റു ദിവസങ്ങളിൽ അവൻ അതിന്റെ എണ്ണം പൂർത്തീകരിക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ശേഷം അല്ലാഹു പറയുന്നു, നോക്കൂ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെ ഉദ്ദേശിക്കുന്നു, വലാ യുരീദു ബികുമുൽ ഉസ്ർ നിങ്ങൾക്ക് ഞെരുക്കത്തെ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ രോഗിയോ അല്ലെങ്കിൽ മുസാഫിറോ ആകുകയാണെങ്കിൽ ബുദ്ധിമുട്ട് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. അങ്ങനെ റമളാൻ മാസം കഴിഞ്ഞാൽ അതിന് ശേഷം ആ എണ്ണം നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതിയാകുന്നതാണ് എന്നുള്ള നിയമം അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. അതിന്റെ ആ എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും അത് എങ്ങനെയായാലും ആ എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് വേണ്ടി അല്ലാഹുവിനെ തക്ബീർ ചെയ്യുവാനും വേണ്ടി വലഅല്ലകും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി വിശദമായി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. റമളാൻ മാസത്തിൽ സന്മാർഗമായി ഇറങ്ങിയ ഖുർആൻ ആ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. അവന് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ എണ്ണം അടുത്ത മാസത്തിൽ പൂർത്തീകരിച്ചാലും മതി. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.